മലയാളത്തിന്റെ മോഹൻലാലിനെ ഇപ്പം ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഇതിപ്പം ഫാൻ ഫൈറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല, കൃത്യമായ കാരണമാണ്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് 2025 മാർച്ച് മുതൽ ഇപ്പം 2026 മെയ് വരെ നോക്കുമ്പോൾ മോഹൻലാൽ ചിത്രത്തിന് കിട്ടുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കളക്ഷൻ, ഒരുപക്ഷെ ഒരു ആവറേജ് പടമായിക്കോട്ടെ, അതിഗംഭീര പടമായിക്കോട്ടെ, മിക്സഡ് റെസ്പോൺസ് ആയിക്കോട്ടെ, ഒരു പാൻ ഇന്ത്യൻ റീച്ച് മോഹൻലാൽ ഗംഭീരമുണ്ട്. അതായത് കളക്ഷൻ വൈസ് മോഹൻലാലിനെ കടത്തിവെട്ടാൻ എന്തായാലും മലയാളത്തിൽ ഒരാളില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. അതോടൊപ്പം തന്നെ പാൻ ഇന്ത്യയിലും പല താരങ്ങളും വേർക്കുന്ന സമയത്താണ് മോഹൻലാൽ ഈ അതിഗംഭീര കളക്ഷൻ നേട്ടുന്നത്. ഇപ്പം ദുരന്തറോ അല്ലെങ്കിൽ KGF അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ അപൂർവങ്ങളായിട്ട് നടക്കുന്ന ചിത്രങ്ങളായിരിക്കാം, രാജമൗലി ചിത്രങ്ങളും ഒക്കെ. അതൊഴിച്ചു നിർത്തിയാൽ ഒരു നടന്റെ ലേബലിൽ ഇത്രയും ചെറിയ ഒരു ഇൻഡസ്ട്രിന്ന്, മലയാളം ഇൻഡസ്ട്രി വളരെ തിയേറ്റർ കുറവൊക്കെ ഉള്ള വളരെ ഇൻഡസ്ട്രിയാണ്, ആ ബോർഡർ ലൈനൊക്കെ മറികടന്ന് ഗംഭീര കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഈ 2025 മുതൽ 26 മെയ് വരെ ഇതുവരെ ഇനി അങ്ങോട്ടും ഇത് തുടരും എന്നുള്ളത് ഉറപ്പാണ്. 2025 എമ്പുരാൻ നേടിയത് ഗംഭീര കളക്ഷൻ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം 100K അടുത്ത് വരെ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് ആയി. അങ്ങനെ ട്രെൻഡ് സെക്ടർ കൊണ്ടുവരാൻ എമ്പുരാന് കഴിഞ്ഞു. അതിനുശേഷം എല്ലാത്തരം ഓഡിയൻസിനെയും തിയേറ്ററിലേക്ക് ആവാഹിച്ചുകൊണ്ട് വന്ന സിനിമയാണ് തുടരും. നമ്മളൊക്കെ കൈയടിച്ച് തിയേറ്ററിൽ നിന്ന് കണ്ട പടമാണ്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് കണ്ട ഒരുപക്ഷെ പടങ്ങൾ ഒന്ന് ഈ അടുത്തിടയിൽ തുടരുവാണെന്നുള്ള സംശയം വേണ്ട. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഹിറ്റ് തന്നെയാണ്. അത് കഴിയുമ്പോൾ ഹൃദയപൂർവ്വമാണെങ്കിലും അത് 75 കോടി മിനിമം കളക്ട് ചെയ്തു. അതിനുശേഷം ദൃശ്യം 3 ഏത് രീതിയിലാണെങ്കിൽ പോലും അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 225-230 കോടി, ഏകദേശം 800 കോടിക്ക് അധികമാണ് മോഹൻലാൽ കളക്ഷൻ നേടിയത് ഏകദേശം ഈ 2025 ഒരു 14-15 മാസത്തിനുള്ളിൽ. ഇതൊരു നിസ്സാര കാര്യമേ അല്ല. ഒരു നടനും ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറികടക്കാൻ പറ്റത്തില്ല. സിനിമയാണ്, ഒരു ചെറിയ സിനിമ മതി. ഇപ്പോൾ വാഴ 2 പോലും ചെറിയ സിനിമ ചിലപ്പോൾ 250-300 കോടി ഇനിയൊക്കെ നേടുമായിരിക്കാം. ഞാൻ പറഞ്ഞ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ 200, 100, 75 ഇതെല്ലാം കൂടെ കൂട്ടി ഒരു 800 കോടി ഒരു മലയാള ഇൻഡസ്ട്രിക്ക് സംഭാവന നൽകിയ ഒരു നടൻ ഒരു ബ്രാൻഡ് ആകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി അങ്ങോട്ടും ഇദ്ദേഹത്തിന്റെ ലൈനപ്പ് ഒക്കെ ഗംഭീരമാണ്. ഇപ്പം തരുൺമൂർത്തി ചിത്രമാണെങ്കിലും, ദിലീഷ് പോത്തൻ ചിത്രമാണെങ്കിലും, പ്രിയദർശൻ ചിത്രമാണെങ്കിലും, വിഷ്ണുമോഹൻ ചിത്രമാണെങ്കിലും, ഗോകുലം കോമൽ, ഇതെല്ലാം അടിപൊളിയാണ്. മോഹൻലാൽ ഇനിയും തുടരും.